എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ അരുണ. പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ 100% നീതി പുലർത്തുന്ന എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലത്തേത്. ഈ സീസൺ ലാലേട്ടൻ കൊണ്ടുപോയെന്ന് തന്നെ നമുക്ക് പറയാം. ലാലേട്ടനോട് ഏറ്റവും അധികം സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയൊരു എപ്പിസോഡായിരുന്നു ഇന്നലത്തേത്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ലാലേട്ടൻ ലക്ഷ്മിയുടെയും അക്ബറിന്റെയും വഴക്കിന്റെ കാര്യം ചോദിച്ചു. പിന്നീട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈ വീഡിയോ കണ്ടപ്പോഴാണ് വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കും അവിടെ എന്താണ് കാര്യമെന്ന് കറക്റ്റായിട്ടുള്ള കാര്യം മനസ്സിലായത്. ലാലേട്ടൻ കാണിച്ചു കൊടുത്ത ആ ഒരു വീഡിയോയിൽ നിന്നായിരുന്നു. ഇവിടെ ലക്ഷ്മിയുടെ കാഴ്ചപ്പാടിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ല ലാലേട്ടൻ സംസാരിച്ചത്. ലക്ഷ്മിയുടെ കാഴ്ചപ്പാടിനെയും ഒപ്പീനിയനെയും ലാലേട്ടൻ ബഹുമാനിക്കുന്നു. ഈ ഷോയിൽ വന്നിട്ട് ആദിലയും നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവർ, സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്തവർ, ജോലിക്ക് പോകാതെ ജീവിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞതാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തത്. ലക്ഷ്മിയുടെ വീട്ടിൽ അവരെ കയറ്റുമോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന് ഒരു വട്ടമല്ല 2-3 പ്രാവശ്യം ലക്ഷ്മി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ കൊണ്ടുപോകും അവരെ, എൻ്റെ വീട്ടിൽ കയറ്റും, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അവർ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന 2 കുട്ടികളാണ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ അവിടെ നൂറയെ കാണിക്കുന്നുണ്ട്. നൂറ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കാണുമ്പോൾ നമുക്കും കൂടി സങ്കടം തോന്നും. നമുക്ക് ഭയങ്കര ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലെ. ആ ഒരു സീൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ കൊണ്ടുപോകും തന്നെ എനിക്കും തോന്നുന്നത്. ഈ ഷോയിൽ കമ്മ്യൂണിറ്റിയിലെയും പല ജെൻഡറിലെയും ആൾക്കാരും ഉണ്ട് എന്നും ഇവരുമായിട്ട് ഒത്തൊരുമിച്ച് നിന്ന് ഗെയിം കളിച്ച് പോകാം എന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നും ലാലേട്ടൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്. പക്ഷെ ഈ ലക്ഷ്മി പറയുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടും മസ്താനിയും ഉണ്ട്. അതെടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ലക്ഷ്മിയും മസ്താനിയുമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെ സെയിം അഭിപ്രായം തന്നെയാണ് മസ്താനിക്കും പറയാനുള്ളത്. പക്ഷെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ മസ്താനി കാല് മാറുന്ന ഒരു സിറ്റുവേഷനാണ് മസ്താനി കാണിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ലാലേട്ടൻ എല്ലാവരോടും ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിലൊരു ക്ലാരിറ്റി കൊടുത്തിരുന്നു. ഇതിൽ അനുമോള് മാത്രമാണ് ഒരു ക്ലാരിറ്റിയും കൊടുക്കാതെ സംസാരിച്ചത്. എനിക്കറിയില്ല ലാലേട്ടൻ എന്ത് പറയണമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഒരു ക്ലാരിറ്റിയും ഇല്ലാത്ത രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞത് അനുമോള് മാത്രമാണ്. പിന്നെ അനുവിൻ്റെ അടുത്തായിരുന്നു പേയ്മെന്റിന്റെ കാര്യം ലാലേട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും പേയ്മെന്റ് വാങ്ങിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് മേടിക്കുന്ന എനിക്ക് കൂടുതലായിട്ട് കണ്ടന്റ് കൊടുക്കണം, അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊന്നും ബിഗ് ബോസിൽ ഇനി പാടില്ല എന്നും ലാലേട്ടൻ അനുമോളോട് പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ ഇന്നലത്തെ റോസ്റ്റിംഗ് കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ ഒനീലുമായിട്ടുള്ള പ്രശ്നം ഇന്ന് ചർച്ച ചെയ്യാതിരിക്കുവാണ്. ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ, ഒനീല് വിഷമിക്കേണ്ട, ഒനീലിന്റെ കാര്യം എന്തായാലും നമ്മൾ ചർച്ച ചെയ്യും എന്ന് തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ബാക്കി ചർച്ച ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.